Hello, welcome back to Learnino. ഇലക്ട്രോണിക് PYQ സീരീസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ISRO ടെക്നീഷ്യൻ ബി ഇലക്ട്രോണിക് മെക്കാനിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് നോക്കാം. So question, if a 0.1 microfarad 100 volt capacitor and a 0.22 microfarad 40 volt capacitor are connected in parallel, find the overall capacitance and the maximum working voltage. ഒരു ക്വസ്റ്റ്യൻ, പ്രത്യേകിച്ച് ഒരു ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ എന്തൊക്കെയാണ് ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. എന്താണ് കണ്ടുപിടിക്കേണ്ടത്, തന്നിട്ടുള്ള പാരാമീറ്റേഴ്സും കണ്ടുപിടിക്കേണ്ട പാരാമീറ്റേഴ്സും തമ്മിലുള്ള റിലേഷൻ ഏതാണെന്നുള്ളത് ഇക്വേഷൻ ആണോ, എന്തെങ്കിലും തിയറം ആണോ, എന്താണോ ആ റിലേഷൻ മനസ്സിലേക്ക് കൊണ്ടുവരിക. തന്നിട്ടുള്ള ന്യൂമറിക്കൽ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എങ്ങനെ എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അതിലേക്ക് എത്താം എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ഒരു രീതി. അപ്പൊ ഇവിടെ എന്തൊക്കെയാ നമുക്ക് തന്നിരിക്കുന്നത് ഒരു 0.1 മൈക്രോഫാരഡ് 100 വോൾട്ട് കപ്പാസിറ്ററും ഉണ്ട്, 0.22 മൈക്രോഫാരഡ് 40 വോൾട്ട് കപ്പാസിറ്ററും ഉണ്ട്. അപ്പൊ C1 C2 എന്ന് പറഞ്ഞ രണ്ട് കപ്പാസിറ്റേഴ്സ് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, കണ്ടുപിടിക്കേണ്ടത് ഓവറോൾ കപ്പാസിറ്റൻസും മാക്സിമം വർക്കിംഗ് വോൾട്ടേജും. അപ്പൊ നമുക്ക് ആദ്യം C1 is equal to 0.1 microfarad, C2 is equal to 0.22 microfarad. ഓക്കെ, ഇനി എന്താണ്, പാരലൽ ആയിട്ട് കപ്പാസിറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വാലന്റ് കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ ഓവറോൾ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് C total is equal to C1 plus C2. വളരെ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി, 0.1 plus 0.22 microfarad, that is 0.32 microfarad. ആദ്യത്തെ ചോദ്യത്തിലുള്ള ഉത്തരം കിട്ടി. തന്നിട്ടുള്ള ഓപ്ഷൻസിൽ നിന്നും നമുക്ക് ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും നമുക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. അത് രണ്ടും എന്തായാലും വരാം. ഇനി ഓപ്ഷൻ എയും ബിയും നോക്കൂ, രണ്ടും 0.32 മൈക്രോഫാരഡ് ആണ് ഉള്ളത്. ഇനി മാക്സിമം വർക്കിംഗ് വോൾട്ടേജ് എത്രയാണെന്നുള്ളത് അറിയണം. അപ്പൊ മാക്സിമം വർക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കൂ, രണ്ട് കപ്പാസിറ്റേഴ്സ് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കപ്പാസിറ്ററിലും എക്സ്പീരിയൻസ് ചെയ്യുന്ന വോൾട്ടേജ് സെയിം ആയിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ മാക്സിമം വർക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത്, അതായത് എൻറ്റയർ കോമ്പിനേഷനിലെ മാക്സിമം വർക്കിംഗ് വോൾട്ടേജ് ഈസ് ലിമിറ്റഡ് ടു ദ ലോവസ്റ്റ് വോൾട്ടേജ് റേറ്റിംഗ് എമംഗ് ദ കപ്പാസിറ്റർ. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ രണ്ട് കപ്പാസിറ്റർ, ഒന്ന് 40 വോൾട്ടിന്റെയും ഒന്ന് 100 വോൾട്ടിന്റെയും ആണെങ്കിൽ അവിടെ മാക്സിമം നമുക്ക്, അല്ലെങ്കിൽ മാക്സിമം വർക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് അതിൽ ഏതിലാണോ വോൾട്ടേജ് റേറ്റിംഗ് കുറവുള്ളത് ആ വാല്യൂ ആയിരിക്കും നമ്മൾ എടുക്കുക. അപ്പൊ ഇവിടെ ഒന്നാമത്തെ കപ്പാസിറ്ററിന് 100 വോൾട്ടും രണ്ടാമത്തെ കപ്പാസിറ്ററിന് 40 വോൾട്ടും ആണ്. അപ്പോ സേഫ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സേഫ് വോൾട്ടേജ് അല്ലെങ്കിൽ മാക്സിമം വർക്കിംഗ് വോൾട്ടേജ് എത്രയായിരിക്കും, 40 വോൾട്ട് ആയിരിക്കും. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഇവിടെ ആൻസർ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. രണ്ട് വോൾട്ടേജ് കൂടെ ആഡ് ചെയ്തിട്ട് 140 എന്നുള്ള ഓപ്ഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, an ideal transformer has 220 turns in primary and 11 turns in secondary winding. 220 milliampere current was flowing in the primary winding when secondary winding was loaded. What is the load current in the secondary? ഇപ്പോ ട്രാൻസ്ഫോമറിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഐഡിയൽ ട്രാൻസ്ഫോമറിൽ പ്രൈമറി വൈൻഡിങ് 220 ടേൺസ്, സെക്കൻഡറി വൈൻഡിങ് 11 ടേൺസ് തന്നിട്ടുണ്ട്. 220 മില്ലി ആംപിയർ കറണ്ട് ആണ് പ്രൈമറി വൈൻഡിങ്ങിലൂടെ പോകുന്നത്. കണ്ടുപിടിക്കാനുള്ളത് സെക്കൻഡറിയുടെ ലോഡ് കറണ്ട് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്, NP, അതായത് പ്രൈമറിയുടെ വൈൻഡിങ് തന്നിട്ടുണ്ട്, NS സെക്കൻഡറിയുടെ വൈൻഡിങ് തന്നിട്ടുണ്ട്, ദാറ്റ് മീൻസ് നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട്, പ്രൈമറി കറണ്ട് തന്നിട്ടുണ്ട്. ഐഡിയൽ ട്രാൻസ്ഫോമറിന് വി ഹാവ് എ റിലേഷൻ IS by IP is equal to NP by NS അല്ലെ. സെക്കൻഡറിയുടെ കറണ്ട് ബൈ പ്രൈമറിയുടെ കറണ്ട് is equal to പ്രൈമറിയുടെ നമ്പർ ഓഫ് ടേൺസ് ബൈ സെക്കൻഡറിയുടെ നമ്പർ ഓഫ് ടേൺസ്. ഇതിൽ എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, IS ആണ് കണ്ടുപിടിക്കേണ്ടത്. ബാക്കിയുള്ള എല്ലാ ടേംസ് എല്ലാം നമുക്ക് അറിയാം. ജസ്റ്റ് സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. NP എന്ന് പറയുന്നത് 220 ഡിവൈഡഡ് ബൈ NS എന്ന് പറയുന്നത് 11, so 22, and IS equal to 220 മില്ലി ആംപിയർ into 22. ഓക്കെ, ഇപ്പൊ നമുക്ക് നോക്കാം ഓപ്ഷനിൽ എങ്ങനെയാണ് തന്നിരിക്കുന്നത്. മില്ലി ആംപിയറിലും ആംപിയറിലും ഒക്കെ വാല്യൂസ് ഉണ്ട്. അതായത് ഇത് ഈസി ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് വാല്യൂ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ മില്ലി ആംപിയറിന്
കൺവേർട്ട് ചെയ്യാണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ we will get 4400 മില്ലി ആംപിയർ. അങ്ങനെ ഒരു ഓപ്ഷൻ അതിലില്ല. അപ്പൊ ആംപിയറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് അവിടെ വന്നിരിക്കുന്നത്. അതിനകത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ 4400 മില്ലി ആംപിയർ എന്ന് പറഞ്ഞാൽ എത്ര ആംപിയേഴ്സ് ആയിരിക്കും? എത്ര ആംപിയേഴ്സ് ആയിരിക്കും? ഇൻറ്റു 10⁻³ ചെയ്യാം. സോ 4.4 ആംപിയർ is the correct answer. Option D is the correct answer. Okay. Next one, 200 ohm 0.5 watt resistors are connected in parallel. The effective resistance value and wattage are. And a simple question. നമുക്ക് രണ്ട് റെസിസ്റ്റേഴ്സ് തന്നിട്ടുണ്ട്. രണ്ട് റെസിസ്റ്റേഴ്സിന്റെയും റെസിസ്റ്റൻസ് വാല്യൂ സെയിം ആണ്, 100 ohm, R1 ഉം R2. Then power rating 0.5 watt ആണ്. എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ പാരലൽ ആയിട്ട് രണ്ട് ഈക്വൽ റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വാലന്റ് റെസിസ്റ്റൻസ് എങ്ങനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം അല്ലെ? ആ വാല്യൂ ബൈ 2, ദാറ്റ് ഈസ് 50 ohm ആണ് നമുക്ക് എന്ത് വരാം, ഇക്വാലന്റ് റെസിസ്റ്റൻസ് വരും. അതായത് 1/R equivalent is equal to 1/R1 plus 1/R2 ചെയ്താൽ മതി. 1/R equivalent കിട്ടും. R equivalent കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ റെസിപ്രോക്കൽ എടുക്കാം. സോ റെസിസ്റ്റേഴ്സ് പാരലൽ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ പവർ റേറ്റിംഗ് എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യത്തെ ആൻസർ നമുക്ക് കിട്ടി, 50 ohm എന്ന് കിട്ടി. അതായത് ഓപ്ഷൻ സിയോ ഡിയോ ആയിരിക്കും ആൻസർ. ഇനി ഇവിടെ ഒരു ചോദ്യം കൂടി ഉണ്ട്, വോൾട്ടേജ്. അപ്പോ പാരലൽ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് പവർ റേറ്റിംഗ് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അതായത് രണ്ടിനും സേഫ് ആയിട്ട് അല്ലെങ്കിൽ രണ്ടിലും സേഫ്ലി എന്താണ് പവർ ഡിസിപ്പേറ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പി ടോട്ടൽ എന്ന് പറയുന്നത് 0.5 plus 0.5 ആയിരിക്കും. ദാറ്റ് ഈസ് 1 watt ആണ്. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, 1.250 മില്ലി വാട്ട് ഈക്വൽസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ജസ്റ്റ് ആ ഒരു യൂണിറ്റ് കൺവേർഷൻ മാത്രമേ ഉള്ളൂ. 1.250 മില്ലി വാട്ട് എന്ന് പറഞ്ഞാൽ എത്ര വാട്ട് ആണ്? എത്രയായിരിക്കും? 10⁻³ ഇപ്പൊ 10⁻³ എന്ന് പറയുമ്പോൾ എത്ര പൊസിഷൻ ഇങ്ങോട്ട് മാറണം? 1 2 3, അതായത് 0.00125 watts. Option B is the correct answer. Next one, a 12-volt battery has an internal resistance of 0.1 ohm. The maximum power that can be drawn from the battery is. ശ്രദ്ധിക്കാം, ഒരു 12-volt ബാറ്ററി അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് 0.1 ohm തന്നിട്ടുണ്ട്. എത്രയാണ് അതിൽ നിന്നും ഡ്രോ ചെയ്യാൻ പറ്റുന്ന മാക്സിമം പവർ that can be drawn from the battery? എങ്ങനെ കണ്ടുപിടിക്കും? മാക്സിമം പവർ ഡ്രോൺ കണ്ടുപിടിക്കാൻ നമ്മൾ ഒരു തിയറം യൂസ് ചെയ്യും, ദാറ്റ് ഈസ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. എന്താ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം പറയുന്നത്? മാക്സിമം പവർ ഈസ് ഡെലിവേർഡ് ടു ദ ലോഡ് when the load resistance is equal to the internal resistance. ലോഡ് റെസിസ്റ്റൻസ് ഇന്റേണൽ റെസിസ്റ്റൻസിന് ഈക്വൽ ആവുമ്പോഴാണ് മാക്സിമം പവർ ഡെലിവർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ബാറ്ററി വോൾട്ടേജ് എത്രയാണ് തന്നിരിക്കുന്നത്? 12 വോൾട്ട് തന്നിട്ടുണ്ട്. ഇന്റേണൽ റെസിസ്റ്റൻസ് 0.1 ohm ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ആർ ടോട്ടൽ എന്ന് പറയുന്നത് നമുക്ക് ഇന്റേണൽ റെസിസ്റ്റൻസ് പ്ലസ് ആർ ലോഡ് ആയിട്ട് എടുക്കാം. അപ്പൊ അത് ഈ സെയിം ആവുമ്പോ അല്ലെങ്കിൽ ഈക്വൽ ആവുമ്പോ മാക്സിമം പവർ ഡെലിവർ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ 0.1 plus 0.1 that is 0.2 ohm ആർ ടോട്ടൽ ആയിട്ട് എടുക്കാം. ദെൻ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? മാക്സിമം പവർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ പി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു റിലേഷൻ വേണം. അതായത് നമുക്കിപ്പോ ആറും ബിയും മാത്രമേ അറിയുള്ളൂ, അത് വെച്ചിട്ട് നമുക്ക് പവർ കണ്ടുപിടിക്കാൻ പറ്റില്ല. I² ആണ്. അപ്പൊ നമുക്ക് ഐ കണ്ടുപിടിക്കണം. ഐ എങ്ങനെ കണ്ടുപിടിക്കാം? വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ആർ ടോട്ടൽ, ദാറ്റ് ഈസ് 12/0.2 എന്ന് വരും. 12 divided by 0.2 എന്ന് പറഞ്ഞാൽ എത്ര വരും? 60 വരും. 60 ആംപിയർ വരും. സോ 60 ആംപിയർ എന്ന് പറയുമ്പോൾ നമുക്ക് കറണ്ട് ആണ് 60 ആംപിയർ. ദെൻ പവർ ഇസ് ഈക്വൽ ടു I² ആർ 60² ഇൻറ്റു ആർ ലോഡ്. നമുക്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? ആർ ലോഡ് I² ആർ ആണ്, ആർ ടോട്ടൽ അല്ല കേട്ടോ എടുക്കേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ലോഡിലേക്ക് മാക്സിമം പവർ ദാറ്റ് ക്യാൻ ബി ഡ്രോൺ ഫ്രം ദ ബാറ്ററി എന്നാണ് പറഞ്ഞത്. അപ്പൊ അവിടെ നമ്മൾ എടുക്കുമ്പോൾ ആർ ടോട്ടൽ എടുക്കരുത്, അവിടെ നമ്മൾ എടുക്കേണ്ടത് ആർ ലോഡ് ആണ് എടുക്കേണ്ടത്. സോ 3600 into 0.1 വരും, ദാറ്റ് ഈസ് 360 watt ആണ് ആൻസർ വരുന്നത്. ഓക്കെ, 360 watt ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. Next question, for carbon resistor color coded with yellow, violet, orange,
silver stripes. From left to right, the resistance value and tolerance are. Just color coding എന്നുള്ള ഒരു question ആണ്. അപ്പൊ നമുക്ക് 4 bands ആണ് തന്നിരിക്കുന്നത്. ഏതൊക്കെയാണ്? യെല്ലോ, വയലറ്റ്, ഓറഞ്ച്, സിൽവർ. അപ്പൊ നമുക്ക് ജസ്റ്റ് ആ കളർ വെച്ചിട്ട് നമ്പർ ചെയ്ത് പോവാ, അത്രേ ഉള്ളൂ. യെല്ലോ ആവുമ്പോഴത്തേക്ക് നമുക്ക് 4 ആണ് വരുന്നത്, വയലറ്റിന് 7 ആണ് വരുന്നത്, ഓറഞ്ച് ആവുമ്പോൾ നമുക്ക് ഓറഞ്ച് മൾട്ടിപ്ലയർ ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലെ, അപ്പൊ 10⁻³ വരും. അതേപോലത്തെ സിൽവർ എന്ന് പറയുമ്പോൾ ടോളറൻസ് പ്ലസ് ഓർ മൈനസ് 10%. അപ്പൊ നമുക്ക് 47 × 10⁻³ ആണ് വരുന്നത്, ദാറ്റ് ഈസ് 47 കിലോ ഓം പ്ലസ് ഓർ മൈനസ് 10%. Okay, so that is the correct answer. Next question, ESD resistor strap resistance shall be of the order of. ESD resistor strap. ESD resistor strap അതായത് electrostatic discharge resistor strap ആണ്. It is a safety device. നമ്മൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കമ്പോണൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഡാമേജസ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സേഫ്റ്റി ഡിവൈസ് ആണ്. ആൻഡ് അത് നമ്മൾ ഗ്രൗണ്ട് ചെയ്യും. അപ്പൊ അതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 മെഗാ, typically 1 mega ohm ആണ് വരുന്നത്. That is option D is the correct answer. Next one, the peak temperature in a reflow oven which uses SN63 and PB37 solder paste for soldering is typically. ആദ്യം SN63 ഉം PB37 ഉം എന്താണെന്ന് അറിയണം. SN is mean to be the tin, okay, and PB lead ആണ്. അപ്പൊ അതൊരു സോൾഡർ അലോയ് ആണ്. SN63 and PB37 എന്ന് പറയുന്നത് സോൾഡർ അലോയ് ആണ്. അതായത് 63% ടിന്നും 37% ലെഡും വരുന്ന സോൾഡർ പേസ്റ്റ്. അപ്പൊ ഇതില് പീക്ക് ടെമ്പറേച്ചർ ഇൻ എ റീഫ്ലോ ഓവൻ എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇവിടെ ആക്ച്വലി നമുക്ക് വരുന്നത് ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റ്, അതായത് സോൾഡർ പേസ്റ്റ് നമുക്ക് മെൽറ്റിംഗ് പോയിന്റ് വരുന്നത് 183°C ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ പീക്ക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 20°C to 50°C ആണ്, എബവ് ദ മെൽറ്റിംഗ് പോയിന്റ്. അപ്പോ ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റ്, സോൾഡർ പേസ്റ്റിന്റെ മെൽറ്റിംഗ് പോയിന്റ് 183°C ആവുമ്പോ അതിന്റെ എബവ് 20 to 50°C എന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് ഓൺ ആൻഡ് ആവറേജ് നമുക്ക് ഒരു വാല്യൂ എടുക്കാം. അപ്പൊ ഫ്രം ദ ഓപ്ഷൻ നമുക്ക് ആൻസർ എഴുതാനേ പറ്റുള്ളൂ. എന്തായാലും 160°C ആവില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സോൾഡർ പേസ്റ്റിന് തന്നെ 183°C ആണ്. അപ്പൊ 160 വരില്ല. പിന്നെ 230, 300, 330 ആണ്. അപ്പൊ 300 എന്തായാലും എത്തില്ല. കാരണം അത്രയും ഒരു ഹൈ വാല്യൂസ് വരില്ല. 300 ഉം 330 വരാൻ ചാൻസ് ഇല്ല. സോ ഇൻ ബിറ്റ്വീൻ നമുക്ക് ഒരു ആവറേജ് ആയിട്ട് നമുക്ക് എടുക്കാം. 230°C എന്നുള്ളത് കറക്റ്റ് ആൻസർ ആയിട്ട് എടുക്കാം. ഓക്കെ, സോ ഓപ്ഷൻ ബി ഈസ് കറക്റ്റ് ആൻസർ. സോ നമ്മൾ ഒരു ISRO ടെക്നീഷ്യൻ ബി ഇലക്ട്രോണിക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ബാക്കിയുള്ളത് അടുത്ത വീഡിയോയിൽ നോക്കാം. താങ്ക് യു.